വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. അവരെ ബഥാനിയ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് അവൻ മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പുനരുത്ഥാനം കഴിഞ്ഞ് ജനങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് 40 ദിവസം അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് യേശു തമ്പുരാൻ, ഈ ലോകത്തിൽ ഉത്ഥിതനായ തമ്പുരാൻ തൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അവിടുത്തെ ജനനം സന്തോഷത്തിൻ്റെ ഒരവസരമായിരുന്നു. അവിടുത്തെ മരണം നിരാശയുടെയും ചിതറിപ്പോക്കലിൻ്റെയും ഒരു അനുഭവമായിട്ട് മാറി. എന്നാൽ മരണത്തെ അതിജീവിച്ച് 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്ത അവിടുന്ന്, മരണമേ നിൻ്റെ വിജയം എവിടെ, മരണമേ നിൻ്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. 40 ദിവസം അവരോടുകൂടി ആയിരുന്നു കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി. 40 ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് അവരെ വീണ്ടും ബഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച തൻ്റെ പ്രവർത്തനം ജെറുസലേമിൽ അവസാനിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ തൻ്റെ ശിഷ്യന്മാരെ ദൗത്യം പരമേൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തെ വിട്ട് കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ ഒലിവുമലയിൽ ശ്ലീഹന്മാരെ സാക്ഷികളാക്കി നിർത്തിക്കൊണ്ട് കൈകൾ ഉയർത്തി അവരെ ആശീർവദിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൈകൾ ഉയർത്തി ആശീർവദിക്കുന്ന പല അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അവിടുന്ന് കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. സ്ഥലകാല സീമകൾക്ക് അതീതമായിട്ടുള്ള ഒരു രംഗത്തേക്ക് അവിടുന്ന് പ്രവേശനം ചെയ്യുകയാണ്. ആശീർവദിക്കുക വഴി നിത്യപുരോഹിതനായ തമ്പുരാൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയായിക്കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിച്ച് അയക്കുന്ന ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് അവിടെ ഉണ്ടാകുന്നത്. പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഒരു മടക്കയാത്രയായി, ദൈവമഹത്വത്തിലേക്കുള്ള ഒരു പ്രവേശനമായി നാം അതിനെ കാണുകയാണ്. അവിടെ മേഘം, അഗ്നി, മല തുടങ്ങിയ സംഭവങ്ങളൊക്കെ നാം കാണുകയാണ്. മേഘം വന്ന് മൂടുന്നു. അവിടെ അഗ്നി നാവിൻ്റെ സാദൃശ്യം അവരെ ജ്വലിപ്പിക്കുന്നു. അവിടെ മല ദൈവവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരനുഭവമായിട്ടാണ് സീനായ് മലയും മോറിയ മലയും താബോർ മലയും കാൽവരി മലയും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആവിഷ്കാരം നടക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. താൽക്കാലികമായ ഒരു മാറ്റമല്ല സ്വർഗാരോഹണം എന്ന് പറയുന്നത്. പിന്നെയോ അവിടുന്ന് ജീവിതത്തിൽ നിന്നും നിത്യതയിലേക്കുള്ള ഒരു മടക്കയാത്രയായിട്ടാണ് നാം അതിനെ കാണുന്നത്. നിത്യതയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന അവിടുന്ന് എവിടെ നിന്നും വന്നുവോ അവിടേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഏത് ഉദ്ദേശത്തിനു വേണ്ടി വന്നുവോ സകല മനുഷ്യരുടെയും രക്ഷ സംരഭ്യമാക്കി കൊടുക്കുവാൻ
ഉന്നതമായ ആ ഒരു അനുഭവത്തിൽ നിന്ന് താഴ്ചയിലേക്ക് കാലിത്തൊഴുത്തിലേക്ക് വന്ന് ജനിക്കുവാനും ആ കാലിത്തൊഴുത്തിനെ ഒരു സ്വർഗമാക്കി മാറ്റുവാനും തൻ്റെ സാന്നിധ്യം വഴി ഇടയായി. ജെറുസലേമിലും സമറിയായാലും യൂദയായാലും ചുറ്റി നടന്ന് ഈ ഭൂമിയിൽ സ്വർഗീയ അനുഭവം തൻ്റെ മക്കൾക്ക് അവിടുന്ന് സംലഭ്യമാക്കി കൊടുത്തു. അവിടുത്തെ മരണസമയത്ത് സകല സൃഷ്ടവസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞ ഉദാത്തമായ ഒരു മരണമായി അതിനെ നാം കാണുകയാണ്. അടക്കം ചെയ്യപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത അവിടുന്ന് അടക്കം ചെയ്യപ്പെടുമ്പോൾ പാതാളത്തിലുള്ള പരേതരുടെ അടുത്തേക്ക് എത്രയും താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കും രക്ഷയുടെ സന്ദേശം കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് പുനരുത്ഥാനം ചെയ്യുന്നത്. ഉദ്ധിതനായ യേശു തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന് പ്രത്യാശ നൽകുകയാണ്. നിരാശയിൽ കഴിഞ്ഞ ജനതയെ പ്രത്യാശയിലേക്ക് ആനയിക്കുവാൻ അവിടുത്തേക്ക് കഴിഞ്ഞു. കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടാതെ നിരാശയിൽ വരുമ്പോൾ അവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയില്ലേ, പടകിൻ്റെ വലതുവശത്തായി വലവീശുവിനെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ധാരാളം മത്സ്യം ലഭിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നിരാശയിലായിരിക്കുന്നവർക്ക് എപ്പോഴും പ്രത്യാശ നൽകുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. ഒരു ശിഷ്യനും ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ശിഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഗുരുവിനോട്. ഗുരു പറയുകയാണ്, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവനാണെന്നുള്ള ബോധ്യമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകമാണ് അവൻ്റെ ശാശ്വത ഭവനം എന്നുള്ള നിലയിൽ അവൻ ജീവിക്കുകയാണ്. ഓരോ ദിവസവും നാം കാണുന്ന യാഥാർത്ഥ്യം, ജനനം മുതൽ മരണം വരെയുള്ള ആ ജീവിതത്തിൻ്റെ ഇടയിലെ ഓരോ യാഥാർത്ഥ്യങ്ങൾ നാം ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നാം ആരും ഈ ലോകത്തിൽ ശാശ്വതരല്ല എന്നുള്ള സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ മാലാഖമാരുടെ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ, മനുഷ്യർക്ക് സ്വർഗീയമായ സൗഭാഗ്യങ്ങളുടെ മുന്നാസ്വാദനം പ്രദാനം ചെയ്യുവാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന യേശുതമ്പുരാൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അവരെ അനുഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനങ്ങളായിട്ടാണ് നാം കാണുന്നത്. കടുകുമണിയുടെ ഉപമയിലൂടെയും അവിടുന്ന് അത് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഒരു ധാന്യം എന്നുള്ള നിലയിൽ അതിൻ്റെ ഉള്ളിലെ പരിപ്പ് നിറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ അനന്ത സാധ്യതകളാണ്. അത് വളരുന്നു, ചെടിയാകുന്നു. ആ ചെടിയുടെ ശാഖകളിൽ പറവകൾ വന്ന് കൂടുവയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ സാധ്യതയാണ് ആ ചെറിയ കടുകുമണിയിൽ നാം കാണുന്നത്. അവിടുന്ന് പറഞ്ഞു, സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യത്തിലാണ്. അത് അനധിവിദൂരതയിലുള്ള ഒരനുഭവമല്ല. ആ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സംലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നുവല്ലോ യേശുവിൻ്റെ ദൗത്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർഗീയമായ അനുഭവം, ദൈവത്തോടുകൂടി ആയിരിക്കുന്ന അനുഭവം, ഒന്നിനും ഒരു കുറവില്ലാത്ത അനുഭവം, പങ്കുവയ്ക്കലിലൂടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് നാം നിർവഹിക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെതായ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ക്രിസ്തുവിൻ്റെ മഹത്വം വെളിവാക്കിയ ഒരു സംഭവം കൂടിയാണല്ലോ സ്വർഗാരോഹണം. അവിടുന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ആ സ്വർഗീയ അനുഭവത്തിന് നമുക്ക് നൽകുന്ന രണ്ട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അവബോധം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തിയെക്കുറിച്ചുള്ള അവബോധം. ദൈവികമായ ശക്തിക്ക് മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ ആ ശക്തിയെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അവിടുന്ന് പുനരുത്ഥാനം ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ക്രിസ്തുവാണ് സകലത്തിൻ്റെയും നാഥനെന്ന് സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
ഈ ലോകത്തിൽ നാം കാണുന്ന ഒന്നുമല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവമാണ് ഇതിൻ്റെ എല്ലാം നാഥനെന്ന് തിരിച്ചറിയുവാൻ അവിടുത്തെ സ്വർഗാരോഹണം നമ്മെ സഹായിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു, ഗ്ലോറിഫൈഡ് മെസ്സിയ, ഇന്ന് നമ്മോടൊപ്പമുണ്ട്. തൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാക്കി നമ്മെ അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ ഏകജാതന ദൗത്യമൊക്കെ നിറവേറ്റി സ്വർഗീയ പിതാവിൻ്റെ വലതുവശത്ത് അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നു എന്ന് കാണുമ്പോൾ അറിവുകളിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് നാം ഈ സ്വർഗാരോഹണത്തിൽ കാണുന്നത്. അവരുടെ അറിവുകൾക്കെല്ലാം അപ്പുറമായിട്ട് യേശുവിനെ തിരിച്ചറിയുന്ന, ഉദ്ധിതനായ തമ്പുരാനെ തിരിച്ചറിയുന്ന അനുഭവം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായി. ഞങ്ങളോടൊത്ത് വസിച്ചാലുമെന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ, അപ്പമെടുത്ത് ആസ്വദിച്ച് മുറിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നു. വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നു. കർത്താവിൻ്റെ ജനനത്തിൻ്റെ സന്ദർഭത്തിൽ സകല ജനത്തിൻ്റെയും സന്തോഷമായി കടന്നു വന്നവൻ, മരണസമയത്ത് സകല സൃഷ്ടവസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് രക്ഷിച്ചവൻ, സ്വർഗാരോഹണം ചെയ്തപ്പോൾ തൻ്റെ ജനത്തെ ആസ്വദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് കടന്നു പോകുന്ന ആ ഒരു പശ്ചാത്തലം ശിഷ്യന്മാരിൽ വലിയ സന്തോഷമാണ് ഉളവാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, തൻ്റെ രക്ഷാകര പ്രവർത്തനം മൂലം ഈശോ പൂർത്തിയാക്കിയ ആ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിഷ്യന്മാർ ദേവാലയത്തിൽ തന്നെ താമസിച്ചു എന്ന് നാം വായിച്ചു കേട്ടു. ദേവാലയം ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുവാനുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളതാണ്. നന്മയ്ക്ക് വേണ്ടി ചെയ്തു തരുന്ന നന്മ സ്വരൂപിയായ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനുള്ള ഒന്നാണ്. ആരാണ് ഈശോയുടെ പുതിയ സമൂഹം? സന്തോഷിക്കുന്ന സമൂഹം, ആരാധിക്കുന്ന സമൂഹം, സ്തുതിക്കുന്ന സമൂഹം. അതാണ് നാം വായിച്ചു കേട്ടത്. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തിൽ കഴിയുന്ന ഒരു സമൂഹം. ആരാധന ദൈവത്തിനുള്ളതാണ്. സൃഷ്ടാവിനെ ആരാധിക്കുക സൃഷ്ടികളുടെ കടമയാണ്. സമസ്ത സൃഷ്ടവസ്തുക്കളുടെയും അധിപനും നാഥനുമായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടുത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമായി ദേവാലയം മാറുമ്പോൾ നിരന്തരമായി സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹമായി നാം മാറണം എന്നുള്ളതാണ്. ഈശോയുടെ ഒരു പുതിയ സമൂഹം, പ്രാർത്ഥിക്കുന്ന സമൂഹം, പങ്കുവയ്ക്കുന്ന സമൂഹം, സാഹോദര്യത്തിൻ്റെ സമൂഹം, അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമായി ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു എങ്കിൽ നിശ്ചയമായും തൻ്റെ സ്വർഗാരോഹണം നമ്മോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹമായി, സ്വാർത്ഥത വിടിഞ്ഞ് നിസ്വാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി. യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ്. നിൻ്റെ ആവശ്യം വലുതാണ്, എൻ്റെ ആവശ്യം ഒരുപക്ഷെ മാറ്റിവെക്കാൻ എനിക്ക് സാധിച്ചേക്കാം. നിൻ്റെ ആവശ്യം വലുതാണ് എന്ന വിശാലമായ മനോഭാവത്തോടുകൂടി അന്യർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഈശ്വര ആരാധനയാക്കി മാറ്റുന്ന സമൂഹമായി, അവിടുത്തെ നിരന്തരമായി നമ്മുടെ നല്ല പ്രവൃത്തികളാൽ സ്തുതിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളത് ഉദ്ധിതനായ തമ്പുരാൻ സ്വർഗാരോഹണം നടത്തുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ് എന്ന്, അതിൽ സന്തോഷിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ജീവിച്ച് ദേവാലയത്തിൽ താമസിച്ച ആ ആളുകളുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹവും ആരാധനയും വലിയ ആനന്ദവും സ്തുതിയും ഉൾക്കൊണ്ട ലൂക്കോസിൻ്റെ സുവിശേഷം സമാപിക്കുന്നത് അങ്ങനെയാണ്.
കർത്താവ് ശിഷ്യഗണത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിന് പ്രാപ്തരാക്കിയ ശേഷമാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. താൻ തുടങ്ങി വച്ച രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംരഭ്യമാക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെയുള്ള ബോധ്യം ലഭിക്കുമെന്ന് അവിടുന്ന് സൂചിപ്പിച്ചു. ക്രിസ്തു സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശത്തിൻ്റെ 2 മാനങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഉയർപ്പും സ്വർഗാരോഹണവും, സഹനവും മഹത്വവും. അവിടുന്ന് തൻ്റെ സഹനത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുകയാണ്. ആ സഹനം തന്നെ മഹത്വത്തിലേക്ക് നയിക്കുകയാണ് സ്വർഗാരോഹണത്തിൽ. മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്ത് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് സ്വർഗീയ അനുഭവത്തിലേക്ക്, മഹത്വത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയാണ്. ബഥാനിയായിൽ നിന്ന് അവിടുന്ന് രാജാതിരാജനായി കഴുതക്കുട്ടിയുടെ പുറത്തു കയറി വരുന്ന ആ സംഭവം ഈ ആരോഹണത്തിനുള്ള പുറപ്പാടിന് ജെറുസലേമിൽ ആരംഭം കുറിക്കുകയായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. ആരോഹണത്തിനുള്ള യാത്രയുടെ അവസാനമാണ് ബഥാനിയായിൽ അവിടുന്ന് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുന്നതും അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിച്ചതും ജെറുസലേമിൽ തന്നെയാണ്. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, അത്യുന്നതൻ്റെ ശക്തി പ്രാപിക്കുന്നത് വരെ. ആ ജെറുസലേമിലാണ് രക്ഷയുടെ ആരംഭവും രക്ഷയുടെ ദൗത്യം ലോകത്തിന് സംരഭ്യമാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അവിടുന്ന് ഏൽപ്പിച്ചത്. ഇവിടെ ദൈവമായ കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിച്ച് കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ സൂചന കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു, നീ അവരെ വിടുവിക്കണമെന്ന് പറഞ്ഞ് മോശയെ നിയോഗിച്ച ദൈവം അത്ഭുതങ്ങളിലൂടെ കഠിനഹൃദയനായ ഫറവോൻ്റെ ഹൃദയത്തെ മാറ്റിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ നടത്തിയ പരിശ്രമങ്ങൾ വേണ്ട രീതിയിൽ ഫലപ്രദമാകാതെ വന്നപ്പോൾ ഫറവോൻ്റെ ആദിജാതൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയാണ്. അങ്ങനെ വിടുവിക്കപ്പെട്ട ജനത്തെ പുറപ്പാട് സംഭവത്തിൽ ഉറപ്പിച്ച പോലെ പുറത്തേക്ക് നയിക്കുന്ന ഒരു ഇടയനായിട്ട് മോശയെ നാം കാണുന്നെന്ന് വരികിൽ, യേശു തമ്പുരാൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ലീഡറായിട്ട്, പല ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളെ വിമോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. കൂട്ടിക്കൊണ്ടുപോയി അവരെ എന്ന് പറയുമ്പോൾ ഈ പുറപ്പാടിൻ്റെ അനുഭവമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ആ അനുഭവത്തിൽ അവരെ നിലനിർത്തുന്ന തമ്പുരാൻ അവിടുന്ന് പിതാവിങ്കിലേക്ക് മടങ്ങാൻ പോവുകയാണ്. ആ മടക്കയാത്രയിൽ പൂർത്തിയാകുന്ന സ്ഥാനത്തേക്കുള്ള തൻ്റെ ശിഷ്യഗണത്തെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനം തൻ്റെ ശിഷ്യന്മാർക്ക് അവിടുന്ന് ഈ ബഥാനിയായിൽ വെച്ച് നൽകുകയാണ്. പുറപ്പാടിന് മുമ്പ് ദൈവം അബ്രഹാമിനെ തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയതുപോലെ, അടിമത്തത്തിൽ കഴിഞ്ഞ ജനത്തെ വിമോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ, സ്വർഗാരോഹണത്തിന് മുമ്പ് കൈനീട്ടി അവരെ അനുഗ്രഹിക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ ബലിയർപ്പണത്തിന് ശേഷം പുരോഹിതൻ കൈകൾ ഉയർത്തി അവരെ ആസ്വദിക്കുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും സമാപിക്കുമ്പോൾ പുരോഹിതൻ കൈകൾ ഉയർത്തി ജനങ്ങളെ ആസ്വദിച്ചുകൊണ്ട് സമാധാനത്താലെ പോവുക എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ നിശ്ചയമായും ഈ ഒരനുഭവം നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടാണ് പ്രത്യാശയോടുകൂടി പോവുക. ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് ലോകാവസാനം വരെ എന്ന് വാക്ക് തന്നവൻ തൻ്റെ സഭയിലൂടെ ഇന്ന് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് ഈ സ്വർഗാരോഹണത്തിൻ്റെ മുന്നാസ്വാദനം എന്ന് പറയുമ്പോൾ. പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് സഭയിലൂടെ നൽകുന്നു. അനുഗ്രഹം പ്രാപിച്ച ശിഷ്യന്മാർ നിർഭയരായിട്ട് ചെയ്ത വിവരണമാണ് നടപടി പുസ്തകത്തിൽ നാം കാണുന്നത്.
മോശ കൈകൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനത്തിന് വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു. മോശയുടെ കൈ താഴോട്ട് പോയി കഴിഞ്ഞപ്പോൾ പരാജയം സംഭവിക്കുന്നു. യേശു ശിക്ഷകണത്തിന് നൽകുന്ന വിടവാങ്ങുമ്പോഴത്തെ അനുഗ്രഹം നാം പ്രാപിക്കുമ്പോൾ അത് ഇസഹാക്കും ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ, യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ, മോശ നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ മരണത്തിൽ വേർപെടുന്നതിന് മുമ്പ് പിൻഗാമികൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പുരോഹിത അനുഗ്രഹം നൽകാൻ അഹറോനും മോശയും നിയോഗിക്കപ്പെട്ടവരായി ലേവ്യ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രധാന പുരോഹിതനായ ശെമോനും പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം 22-ാം വാക്യത്തിൽ കൈകൾ ഉയർത്തി ആരാധനാ സമൂഹത്തെ അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. അതാണ് ഇവിടെ യേശു തമ്പുരാൻ കൈകൾ ഉയർത്തി അവരെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് എവിടെ നിന്നും വന്നുപോ ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവം. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഉദ്ധിതനായ യേശുവിനെ ശിഷ്യഗണം ആരാധിക്കുകയാണ്. ആരാധന എന്ന വാക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിക്കുവാൻ മാറ്റിവെച്ചിട്ടുള്ളതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിലും നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലും പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം 19-ാം വാക്യത്തിലും ഈ ജനം ദൈവത്തെ ആരാധിക്കുന്നതായി നാം കാണുന്നു. ഇനിമേൽ ക്രിസ്തുവിൻ്റെ ശിഷ്യർ ആരാധിക്കുന്നത് മഹത്വീകൃതനായ ക്രിസ്തുവിനെയാണ്, ഗ്ലോറിഫൈഡ് മെസ്സിയായി. നാം കാണുന്ന പോലുള്ള ശരീരമോ ഒന്നുമല്ല, അതിനപ്പുറമായിട്ട് ആത്മാവിലും സത്യത്തിലും നമ്മെ നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു തമ്പുരാനെയാണ് കാണുന്നത്. മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നത് നമുക്ക് കാണാമെന്ന് നടപടി പുസ്തകം 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ശിഷ്യന്മാരുടെ ആരാധന അവർക്ക് കർത്താവിലേക്കുള്ള വിശ്വാസത്തിൻ്റെ പരമമായ ആവിഷ്കരണവും സാക്ഷ്യവുമാണ്. നിശ്ചയമായും ശിഷ്യഗണം വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. ജെറുസലേമിൽ നിന്നാണ് അവൻ്റെ നാമത്തിൽ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നതും ആ ജെറുസലേമിൽ വെച്ചാണ് യേശു തമ്പുരാൻ മഹത്വീകരിക്കപ്പെട്ടവനായി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതും എന്ന് നാം കാണുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ കേന്ദ്രമായ യേശുവിൻ്റെ സഹനം, മരണ ഉത്ഥാനങ്ങൾ പൂർണ്ണമാക്കപ്പെട്ട ഇടമാണ് ജെറുസലേം. യേശു നമ്മിൽ നിന്ന് എടുക്കപ്പെട്ട ആ ഒരു പശ്ചാത്തലം. ജെറുസലേമിലവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചും ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞു. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, അത്യുന്നതൻ്റെ ശക്തി പ്രാപിക്കുന്നതുവരെ എന്ന് അരുളി ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾക്ക് അനുയോജ്യമായി ജെറുസലേമിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന ശിക്ഷഗണത്തെ നാം കാണുന്നു. ലൂക്കാ സുവിശേഷകൻ സുവിശേഷ വിവരണം ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ ആരംഭിച്ച്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആരംഭിച്ച് ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ജെറുസലേമിൽ നിന്നും അവിടുന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കാണേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോഹണം സ്വർഗപ്രവേശനത്തിനുള്ള മുൻ ആസ്വാദനമായിട്ട് നാം അതിനെ കാണണം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകും, എങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നാം താമസിക്കുന്ന ഭവനങ്ങളൊക്കെ അഴിഞ്ഞു പോകും. മനുഷ്യരാൽ നിർമ്മിക്കപ്പെടാത്ത സ്വർഗീയ ഭവനം നമുക്കുണ്ട്. അതാണ് നമ്മുടെ മോക്ഷ വീട് എന്നുള്ള ഒരു സങ്കല്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗാരോഹണം തന്നോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു വലിയ വിളിയായിട്ട് നാം കാണുകയാണ്. തന്നോടുകൂടി ആയിരിക്കുവാനുള്ള ആഗ്രഹം. ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന തമ്പുരാൻ അവനെ ഉയർത്തിക്കൊണ്ട് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിച്ച മനുഷ്യനെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്.
പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ഇതൊക്കെ തന്നോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു വിളിയാണ് തൻ്റെ മക്കൾക്ക് അവിടുന്ന് ഈ സ്വർഗാരോഹണത്തിലൂടെ നൽകുന്നത്. അവസാനമായി സ്വർഗാരോഹണം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരാരോഹണമാണ്. അവിടുന്ന് എത്രത്തോളം മനുഷ്യനെ സ്നേഹിച്ചു, അതനുസരിച്ച് എല്ലാ മനുഷ്യരെയും സ്വർഗത്തിലേക്ക് സംവഹിക്കുവാൻ, ഭൗമിക ജീവിതത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു വഴിയായി അവിടുന്ന് നമുക്കത് കാണിച്ചു തരികയായിരുന്നു. സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് അതുവഴി പരിശ്രമിച്ചു. ഈ ഭൂമിയിലെ സ്വർഗീയ അനുഭവം നാം ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പ്രത്യാശയുടെ ജീവിതം നയിക്കുവാൻ ഈ സ്വർഗാരോഹണ കാലഘട്ടം ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.